പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുക്കാട്ടുപടിക്കടുത്താണ്. മെയിൻ പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ബസ് റൂട്ടിൽ നിന്നും 300 മീറ്റർ മാറിയിട്ട് ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നൊരു വില്ലയാണ് നമ്മളിന്ന് കാണാൻ വന്നുള്ളത്. 3 സെൻറ്റും 800 ലിങ്സും വരുന്ന ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇത് കിഴക്കമ്പലം പഞ്ചായത്തിൽ വരുന്നൊരു വില്ലയും കൂടിയാണ്. ഇനി നമുക്കിതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. ഗേറ്റ് വരുന്നത് സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും തന്നെയാണ്. 2 പില്ലറിൽ നല്ല ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്തുണ്ട്. KW വാട്ടർ കണക്ഷൻ വന്നിട്ടുണ്ട്. സബ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. കോമൺ വെല്ലാണ് ഇതിന് വരുന്നത്. അപ്പോൾ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്തുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നത് ടൈലാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് നോർത്ത് വെസ്റ്റ് ഭാഗത്താണ്. അപ്പം വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള വീടാണ്. ഇനി ഇവിടുന്ന് വരുന്ന മെയിൻ സിറ്റീസിലേക്കുള്ള ദൂരം നമുക്ക് നോക്കാം. ആലുവയ്ക്ക് 9 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് എടപ്പള്ളിക്കും തൃപ്പൂണിത്തുറയ്ക്കും ആലുവയ്ക്കും മൂവാറ്റുപുഴയ്ക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. തൊട്ടടുത്തായിട്ട് ബസ് സ്റ്റോപ്പും ഉണ്ട്. മെയിൻ ജംഗ്ഷനായിട്ടുള്ള പുക്കാട്ടുപടിയിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇനി വീട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഒരു 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അകത്തേക്ക് കയറാം. നല്ല 2 പീസ് ഡോറാണ് വന്നുള്ളത്. ഇതിൻ്റെ കട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല വലിപ്പമുള്ള കട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആഞ്ഞിലിയാണ് ഇത് വരുന്നത്. ഇത് മഹാഗണിയാണ് വന്നിട്ടുള്ളത്. നല്ല ഗേജുള്ള ഡോർ തന്നെയാണ്. നല്ല ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ്. ഇത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. ഫ്രഞ്ച് വിൻഡോ സൈഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കോൺ സെറ്റ് ഇടാവുന്നതാണ്. മാത്രമല്ല നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടെക്സ്റ്റാണ് വന്നുള്ളത്. LED ലൈറ്റിലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഡൈനിങ്ങിലേക്ക് പോകാം. ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓപ്പൺ കിച്ചണുമാണ് വന്നുള്ളത്. ഈ വരുന്ന ഭാഗം നോർത്ത് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കൺജസ്റ്റഡ് ആവാത്ത രീതിയിൽ ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുകയാണ്. സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് മാത്രമല്ല ധാരാളം സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാം. ഇവിടെ മാറി ഒതുങ്ങിയാണ് വാഷ് ഏരിയ വന്നുള്ളത്. ഇനി ഇതിലൊരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. LED ലൈറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വശങ്ങളിലെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. മൈക്ക ലാമിനേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ലൊരു ഗ്രാനൈറ്റിൻ്റെ പീസ് മേലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ഇത് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. അപ്പം നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചൺ വന്നുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിച്ചൺ സ്ലാബിൻ്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണിത്. ഇത് വരുന്നത് ഈസ്റ്റിലാണ്. ഇവിടെയായിട്ട് നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം തറനിരത്തിൽ നിന്ന് ഉയർത്തിയിട്ട് പ്ലംബിംഗ് വർക്കുകളെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് കവർ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വർക്ക് ഏരിയയും കൂടി സെറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇത് ബിൽഡർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 12.5 അടി നീളവും 12 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് ഡിഫറെൻറ്റ് കളറിലാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഡ്രസ്സിങ് ടേബിളും വലിയ മിററും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. സെറാന ഫിറ്റിംഗ്സ് ആണ് ഫുള്ളി യൂസ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഡയവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിററും ലൈറ്റും മാത്രമേ വരാനുള്ളൂ. പിന്നെ താഴെ ഒട്ടിച്ചിരിക്കുന്ന ടൈല് മാറ്റ് ഭിത്തി വന്നിരിക്കുന്ന ഗ്ലോസിയാണ്.
നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. താഴെ ഇതിന് 2 ബെഡ്റൂമുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം 11 അടി നീളം വന്നിട്ടുണ്ട്, 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, AC പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റ് ആൻഡ് പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് എന്നുള്ളത്. എക്സോസിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിററും ലൈറ്റും, താഴെ മാറ്റ് ടൈല്, പിന്നെ ഭിത്തി ഗ്ലോസി ആണ് എന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ്. നമുക്ക് മേലേക്ക് കയറാം. സ്ട്രെയിറ്റ് കാണുന്ന ഭിത്തി ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കളർ പാറ്റേൺ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ല പിക്ചറോ മറ്റോ ഒക്കെ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഈ ഭിത്തി കാണാൻ. പിന്നെ നമുക്ക് മേലേക്ക് വരാം. നമ്മൾ നിൽക്കുന്നത് അപ്പർ ലിവിങ് സ്പേസിലാണ്. ധാരാളം സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. 12 അടി നീളവും 12 അടി വീതിയുള്ള കറക്റ്റ് ബെഡ്റൂമാണ് വന്നുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെയായിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിറർ വരാനുണ്ട്, LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് വരാം. സെയിം തന്നെയാണ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റ് ആൻഡ് പോയിന്റ്, വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. മിററും ലൈറ്റും മാത്രമാണ് പെൻഡിങ് ഉള്ളത്. പിന്നെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ മേലെയും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും ഒക്കെ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിൽ തന്നെയായിട്ട് നല്ലൊരു അപ്പർ ലിവിങ് സ്പേസും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് താഴത്തെ ഗസ്റ്റ് ലിവിങ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇത് ഫാമിലി ലിവിങ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഭംഗിയായിട്ട് ഇവിടെ TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. താഴത്തെ അതേ ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ വന്നുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. താഴത്തെ ബെഡ്റൂമിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 14 അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇത് വരുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ്, അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരും. ഭംഗിയായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് ഇതും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, അതുപോലെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റ് ആൻഡ് പോയിന്റ് എന്ന് വേണ്ട എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി ഗ്ലോസിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റിയിലേക്ക് ഒന്ന് പോവാം. നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടിയിട്ടുണ്ട്. ടൈലാണ് ഒട്ടിച്ചുള്ളത്, ഒരു മാറ്റ് ടൈല് 2x2 ടൈലാണ് ഒട്ടിച്ചുള്ളത്. ഇതിനി ഷീറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഷീറ്റ് ചെയ്ത് ഫുള്ള് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. അവിടെ വാട്ടർ പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്, ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതും ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതിൻ്റെ കവേർഡ് ബാൽക്കണിയിലാണ് വന്നുള്ളത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്, ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്, ഫ്രണ്ട് എലിവേഷനുമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഫൈബറിൻ്റെ ഒരു ലാമിനേഷൻ വന്നിട്ടുണ്ട്. മേലെ സീലിംഗ് ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു വുഡിൻ്റെ ടെക്സ്ചറിലാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റ് 800 ലിങ്സ് വരുന്ന ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൻ്റെ 4BHK ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബെഡ്റൂമുകളും അപ്പർ ലിവിങ് സ്പേസും ടെക്സ്റ്റ് വർക്കൊക്കെ കൊണ്ട് ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 70 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. കുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്നതുമായിട്ടുള്ള വീഡിയോകൾ നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.